സുനിത വില്യംസ് ബഹിരാകാശത്ത് ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കുടുങ്ങിയ നിമിഷങ്ങളിൽ പഠിച്ച 8 പാഠങ്ങൾ. 8 ദിവസത്തിന് വേണ്ടിയിട്ട് ബഹിരാകാശത്തേക്ക് പോയിട്ട് 9 മാസത്തോളം അവിടെ കുടുങ്ങിക്കിടന്നു. തടസ്സങ്ങൾ എങ്ങനെ നേരിടണമെന്നും അതിനെ എങ്ങനെ അടിപതറാതെ നേരിടാം എന്നുമാണ് സുനിത വില്യംസ് ആദ്യം പഠിച്ച പാഠം. ഏത് സാഹചര്യങ്ങളെയും നേരിടാനുള്ള കരുത്ത് നാം ആർജിക്കുന്നിടത്താണ് നമ്മുടെ വലിയ ലക്ഷ്യങ്ങൾ വിജയം കാണുന്നത്. ജീവിതം എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആയി എന്ന് വരില്ല. പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും മാറാനൊക്കെ നമ്മൾ തയ്യാറാവണം. വർഷങ്ങളോളം ട്രെയിനിങ് കിട്ടിയ ഒരു വ്യക്തിയായിട്ട് പോലും സുനിത വില്യംസ് ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നമ്മൾ സ്വയം മെച്ചപ്പെടുത്താൻ വേണ്ടി എന്നും പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ബഹിരാകാശത്തെ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ട് ഏറെ പ്രാപ്തമാക്കിയിട്ടുണ്ടായിരുന്നത് ദിവസവും ആരോഗ്യ സംരക്ഷണത്തിലും അതേസമയം മാനസിക സംരക്ഷണത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ളതായിരുന്നു സുനിത വില്യംസ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു കാര്യം. ബഹിരാകാശത്ത് ഈ കുടുങ്ങിക്കിടുന്ന സമയത്ത് പോലും സഹപ്രവർത്തകരുമായിട്ടുള്ള ഒന്നിച്ചുള്ള ഒരു നല്ല കമ്മ്യൂണിക്കേഷൻസും ടീം വർക്കും ഒക്കെ തന്നെയായിരുന്നു വിജയം കാണാനുണ്ടായ മറ്റൊരു സാഹചര്യം. അതായത് നമ്മൾ വീട്ടിലായാലും നമ്മുടെ ജോലിയിലായാലും കുടുംബത്തിലായാലും എപ്പോഴും പരസ്പരം സ്നേഹത്തോടെയും പരസ്പരം സഹകരിച്ചും മുന്നോട്ട് പോവുക. ലോകം തന്നെ ആദരിക്കുന്ന നേട്ടങ്ങൾ സുനിത വില്യംസ് കൈവരിച്ചിട്ടും ഇപ്പോഴും പുതിയ തലമുറയുടെ കൂടെ നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ജീവിത പാഠം. നാം എത്ര ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാലും നാം നമ്മുടെ വിനയം കൈവിടരുത്. സ്വപ്നങ്ങൾക്ക് അതിരില്ല എന്നാണ് സുനിത വില്യംസ് പഠിപ്പിച്ച മറ്റൊരു പാഠം. സ്ത്രീകൾ മാത്രം എന്നും പുരുഷൻ മാത്രം എന്നും അതിനൊക്കെ ഉപരി സ്ത്രീകൾക്കും എന്തും കഴിയും എന്നാണ് സുനിത വില്യംസ് തിരുത്തി കുറിച്ചത്. സ്ത്രീയോ പുരുഷനോ എന്നുള്ളതല്ല, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രയത്നം തന്നെയാണ് നമ്മെ വിജയത്തിലെത്തിക്കുക. നമ്മൾ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ മുന്നിലെ പ്രതിസന്ധികൾ ഒന്നുമല്ലാതായി മാറും. സുനിത വില്യംസ് പലപ്പോഴും ബഹിരാകാശത്ത് നിന്നും താഴേക്ക് നോക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നത് ഭൂമിയിലെ അതിമനോഹരമായ കാഴ്ചകളായിരുന്നു. പക്ഷേ എവിടെയും അതിർവരമ്പുകളില്ലാതെ ദേശവരമ്പുകളില്ലാതെ ലോകത്തെ ഒരൊറ്റ പൗരനായിക്കൊണ്ട് പ്രപഞ്ചത്തിന്റെ പൗരനായിക്കൊണ്ട് യഥാർത്ഥത്തിൽ സുനിത വില്യംസിന്റെ ചിന്തകളെ പോലും മാറ്റിമറിച്ചു.